നമ്മൾ ഇച്ചിരി കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള റെസിപ്പതാണ്. അതിലാണെങ്കിൽ ഏഷ്യാഡ് എന്നൊക്കെ പറയും. ഏഷ്യാഡിന് വേണ്ടിയിട്ട് ഇച്ചിരി കപ്പ എല്ല് നമ്മളിവിടെ അടിച്ച് കുക്കറിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്നുള്ള കാര്യം നോക്കണം. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിച്ചിരി സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി ഇവിടെ എല്ലാം കൂടെ കൊടുത്ത് മിക്സ് ചെയ്ത് നമ്മളിച്ചിരി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഇച്ചിരി പൊടിച്ചിന് വേണ്ടിയിട്ട് 2 തക്കാളിയുടെ കൂടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളിക്ക് എൻ്റെ കണ്ടുപിടുത്തം. നമ്മുടെ പാരമ്പര്യമായിട്ടുള്ളൊരു കപ്പ ബിരിയാണിയിൽ തക്കാളിയൊന്നും ചേർക്കാറില്ല. പിന്നെ തക്കാളി എന്ന് പറയുന്നത് ഇവിടുത്തെ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു സംഗതിയാണ്. നാട്ടിൽ ഉള്ളവരെക്കാളും കൂടുതലായിട്ട് നമുക്ക് തക്കാളി വില കുറച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഇച്ചിരി ഗ്രേവിക്ക് ഇച്ചിരി കട്ടി കൂടുകയാണെങ്കിൽ കുടിക്കട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഒരു പരിപാടിയാണ്. കപ്പ ഇവിടെ പുഴുങ്ങി നമ്മൾ മുട്ടയിലിട്ടുണ്ട്. ഓക്കെ, കപ്പ നമ്മൾ അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ ബീഫ് വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ ഇച്ചിരിയുടെ ഇത് പോകാനുണ്ട്. നമ്മളതും കൂടെ ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറമാൻ പണിക്കാരനും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അസിസ്റ്റൻ്റ് ഇല്ല. രണ്ടാമത് ബ്ലൂടൂത്ത് കഴിക്കുന്നത് നമുക്ക് ഓഫായതുകൊണ്ട് നമ്മൾ ഇച്ചിരി ലേറ്റായിട്ട് എണീറ്റ് കഴിഞ്ഞാലാകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു ഫുഡ് റെഡിയാക്കി വെച്ചിട്ടാണ് വിചാരിച്ചത്. കപ്പ ബിരിയാണി എന്ന് പറയുന്നത് നമുക്കൊരു ബിസിനസ്സാണ്, ഭൂമിയുള്ളവർക്കൊരു ബിസിനസ്സാണ്. അതിനകത്ത് ഇതിന് കാര്യമായിട്ടില്ല, ഇറച്ചി ആണ് കൂടുതൽ. ഇച്ചിരി മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായിട്ടുണ്ട് കഴിച്ചൊരു കഷ്ണം കഴിച്ചു തോന്നണം. ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അടുത്ത് ഇച്ചിരി കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് സെറ്റപ്പാക്കാവുന്നതാണ്. ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സവോള ഇച്ചിരി പകുതി ഇച്ചിരിയുടെ ആയി കഴിയുമ്പോൾ നമുക്ക് സവോള നമുക്ക് വഴറ്റി ഇടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. തക്കാളി 2 നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി നമ്മൾ അരിഞ്ഞ് നമുക്ക് സവോളയുടെ ഉള്ളിയുടെയൊക്കെ കൂടെ നമുക്ക് ചേർക്കാം. തക്കാളി റെഡി ആയിട്ടുണ്ട്. തക്കാളി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. അപ്പോൾ തക്കാളി എന്താണ് ഇതിൻ്റെ അകത്ത് ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ തക്കാളി പറഞ്ഞ ഒരു ഒറ്റ മറുപടി നമുക്ക് പറയാനായിട്ടുള്ളൂ. ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒക്കെ നമ്മൾ പോകും. അങ്ങനെയാണല്ലോ നമ്മൾ പുതിയ പുതിയ പരിപാടികൾ ചെയ്യുന്നത്. ഗ്രേവിക്ക് ഇച്ചിരി റിച്ചായിക്കോട്ടെന്ന് ചോദിച്ചത്. തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി വഴന്ന് പറയാനായിട്ട് ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാശ്മീരി ഇച്ചിരി കളർ വരാൻ പറ്റും. കാശ്മീരി കൂടെ ഉപയോഗിച്ചേക്കാം. നമുക്ക് ആവശ്യമുള്ള മസാലകൾ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബീഫ് മസാല അങ്ങനെ പൊടി ചേർത്ത് നമ്മൾ മസാല റെഡിയാക്കിയിട്ടുണ്ട്. മസാലയൊക്കെ ഒരു നല്ല കൊഴുപ്പൊന്നുമില്ല. ഇനി നമ്മളത് നമ്മുടെ ഈ
ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ഇടാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ചൂടാക്കണം. ചൂടാക്കിയിട്ട് നമ്മൾ കപ്പ നമ്മൾ വേവിച്ച് വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യും. അതോടുകൂടിയിട്ട് കപ്പ ബിരിയാണി റെഡിയാവും. പിന്നെ അതിൻ്റെ വിശേഷങ്ങൾ നല്ലതാണോ ഇല്ലെന്നുള്ള കാര്യം ഹോംമേഡ്സ് ഒന്ന് കഴിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബീഫ് നമ്മൾ നന്നായിട്ട് കറി വെച്ചിട്ട് കപ്പയ്ക്കകത്തേക്ക് കുറച്ച് 2 ലെയറായിട്ട് അങ്ങനെ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇളക്ക് അങ്ങ് ശരിക്കൊക്കെ കേൾക്കില്ല. അപ്പോൾ 2 ലെയറായിട്ട് ആദ്യം കുറച്ച് ബീഫ് ഇട്ടു, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കപ്പ ഇട്ടു, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബീഫ് ഇട്ടു, അതിൻ്റെ മുകളിൽ കുറച്ച് കപ്പ ഇട്ടു. എന്നിട്ട് കപ്പയൊന്ന് നമ്മൾ നിരത്തി, എന്നിട്ട് വീണ്ടും അടുത്ത ലെയറായിട്ട് നമ്മുടെ പാത്രം വലിയ പാത്രം അല്ലാത്തതുകൊണ്ട് നമുക്ക് വിളക്ക് ശരിക്കും ഏറ്റില്ല. ലാസ്റ്റ് ഉണ്ടായിരുന്ന നമ്മുടെ കപ്പഴം കൂടെ ഇട്ടു. ഇപ്പോൾ ബാക്കിയുള്ളത് മൊത്തം ബീഫും കൂടെ ഇട്ടിട്ടുണ്ട്. ചിലർ ഇതിൻ്റെ അകത്തൊക്കെ തേങ്ങയൊക്കെ ഇടും. നമ്മളും തേങ്ങ ഇടും, പക്ഷേ നമ്മൾ ഈ തവണ തേങ്ങ ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഒരു വലിയ തവിയുണ്ട്, ആ തവിയുമ്പോൾ നമ്മൾ ഇളക്കും. ഏകദേശം നമ്മുടെ ഇളക്ക് കഴിയാറായിട്ടുണ്ട്. നമ്മൾ അടിയിൽ നിന്ന് ഇളക്ക് പോരാനായിട്ടുണ്ട്. കപ്പ ഇച്ചിരി കൂടുതലായി പോയി. പിന്നെ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറഞ്ഞു പോയി എന്നുള്ളൊരു ആശയം ആർക്കും വരരുത്. 2 ദിവസത്തേക്കുള്ള കപ്പയാണ്. 4 ഡേ ഡ്യൂട്ടി ആയതുകൊണ്ട് നമുക്കിനി വന്നിട്ട് ഒരു ദിവസം ഉണ്ടാക്കാനായിട്ട് പറ്റില്ലെങ്കിലോ എന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം ചൂട കപ്പ ബിരിയാണി നമുക്ക് റെഡി ആയിട്ടുണ്ട്. വിശേഷം നമ്മൾ കപ്പ ബിരിയാണി നമ്മൾ കഴിച്ചതിന് ശേഷം പറയുന്നതായിരിക്കും. ഹലോ ഗൈസ്, നമ്മുടെ കപ്പ ബിരിയാണി ഇപ്പം റെഡി ആയിട്ടുണ്ട്. കപ്പ ബിരിയാണി അടുക്കള കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ സ്റ്റൗവ് ക്ലീൻ ചെയ്ത് വെക്കണമെന്ന് നമ്മുടെ ഗുരു സുബീഷ് പറഞ്ഞിട്ടുണ്ട്. സുബീഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുക്കള കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കാൻ നമ്മൾ ഓടിക്കും. അപ്പം നമ്മൾ അതിൽ നിന്നും അത് നല്ലൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ നമ്മളത് ക്ലീൻ ചെയ്തു. നമ്മൾ റെഡിയാക്കി വെച്ചു. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കപ്പ ബിരിയാണിയുടെ
മൂടി വെച്ചേക്കാം. വൈകുന്നേരം വരെ തന്നെ